രേണു സുധി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ താൻ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ പോയ ഒരു ഷോർട്ട് ഫിലിമിൽ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഷോർട്ട് ഫിലിമിന് തനിക്ക് ഇടാൻ തന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഡ്രസ്സായിരുന്നു എന്നും അതുപോലെ തന്നെ കുറേയധികം സീൻസ് ഭയങ്കരമായിട്ട് മോശമായിട്ട് തനിക്ക് തോന്നിയെന്നും അതുകൊണ്ട് തന്നെ താൻ ആ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് ആ ഒരു ആൽബത്തിൽ നിന്ന് അഭിനയിക്കുന്നതിൽ നിന്ന് മാറി എന്നുള്ളൊരു കാര്യമൊക്കെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കുറേയധികം പേര് രേണു ഇങ്ങനെ പറഞ്ഞത് നല്ലൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം കുറേയധികം പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു ഈ പറയുന്ന കള്ളമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ, ഈ ഒരു ആൽബത്തിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള വ്യക്തിയുടെ ഇൻ്റർവ്യൂവും കുറേയധികം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ആ ഒരു വ്യക്തി പറയുന്നത് ഈ ഒരു രേണു പറയുന്നതൊക്കെ കള്ളമാണ്. രേണു ഇതുവരെ അഭിനയിച്ചിട്ടുള്ള അത് ഇട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ പോലത്തെ തന്നെയാണ് ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഒരിക്കലും ഭയങ്കര മോശമായിട്ടൊന്നും തന്നെയില്ല. പിന്നെ അതുപോലത്തുള്ള സീനോ കാര്യങ്ങളോ ഒന്നും അത്രയ്ക്ക് മോശമായിട്ടൊന്നുമില്ല, രേണു അഭിനയിച്ച പോലത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡയറക്ടറും കുറേയധികം ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ രേണുവിന് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്, അതവർ പറഞ്ഞു. പിന്നെ ഈ ഒരു ഡയറക്ടറും ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞ് സാധാ രീതിയിലുള്ളൂ എന്നുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും രണ്ടുപേരുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. കുറേയധികം പേര് രേണുവിനെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറേയധികം പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.